ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കാര്യമായിട്ട് ഷോപ്പ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഇത്ര ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയത് അൻസാർ ഗാലറിയിലാണ്. അവിടുത്തെ കാർപ്പറ്റ് സെക്ഷൻ, അതുപോലെ കുറച്ച് ഹോം ഡെക്കോർ, കുഷ്യൻ, ഇതുപോലുള്ള ഏരിയയിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അതുപോലെ കൂടുതലായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും അൻസാർ ഗാലറി പോകുമ്പോൾ ഈ ഒരു കാർപ്പറ്റ് സെക്ഷനാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി അറബിക്, പേർഷ്യൻ, തുർക്കിഷ് ടൈപ്പ് കാർപ്പറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് രസമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഭംഗിയിലുള്ള ഡിസൈനിലുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കാർപ്പറ്റ്സ് ഇവിടെ ഉണ്ട്. നാട്ടിലെ 50,000, 1 ലക്ഷം രൂപയൊക്കെ വരുന്ന കാർപ്പറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർപ്പറ്റ്സ് ആണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ വിലയുള്ള കാർപ്പറ്റ്സ് ഇവിടെ ഉണ്ട്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. പിന്നെ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റാൻഡിങ് മിറേഴ്സ് ഞാൻ കണ്ടു. ബട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡിങ് മിറർ വാങ്ങിയത് ഇവിടെ നല്ലായിരുന്നു, വേറൊരു ഷോപ്പിൽ നിന്നാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട നല്ല ക്യൂട്ട് എക്സ്പെൻസീവ് ലക്ഷറിയസ് ഫീൽ തോന്നുന്ന ഒരുപാട് ഹോം ഡെക്കോർ ഐറ്റംസ് ഇവിടെ കണ്ടു. ബട്ട് ഇതൊന്നും ഞാൻ വാങ്ങിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കിതിൻ്റെയൊക്കെ ആവശ്യമുള്ളതായിട്ട്. ബട്ട് കാണുമ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചു. ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, നമ്മുടെ വീട്ടിലോട്ടാണെന്നുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലോട്ടാണെങ്കിൽ നമുക്കിതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ വേറൊരു സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ, ഒരു റെൻറ്റഡ് ഹോമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് ബട്ട് നമ്മളിതൊന്നും നമ്മുടെ സ്വന്തം വീട്ടിലോട്ടല്ലല്ലോ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ എനിക്ക് പല സാധനങ്ങൾ വാങ്ങാൻ തോന്നാറില്ല. സ്റ്റിൽ ഒരു ഹാപ്പിനെസ്, എവിടെയോ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. വലിയൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ഭയങ്കര വലുതായിട്ടൊരു ഏരിയ തന്നെ ഉണ്ട്. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഞാനിതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഷോപ്പിലൊക്കെ പോകുന്നത്, എസ്പെഷ്യലി അൻസാർ ഗാലറിയിൽ പോകുന്നത്. നേരെ പോയത് ഐക്യയിലാണ്. പണ്ട് എനിക്ക് ഐക്യ പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നു, എന്തിനാണ് ഐക്യ പോകുന്നത്, ഒരുപാട് നടക്കാറുണ്ട്, എനിക്ക് വയ്യ എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞാൻ ഈ ഹോം ഡെക്കോർ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലോട്ടൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി പോകാനായിട്ട് എനിക്കും ഒരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി. എനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്, പണ്ടൊക്കെ ഞാൻ സ്കിൻ കെയർ, ഡ്രസ്സ്, ഇതുപോലുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഇൻ ദ സെൻസ്, ഏതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ ഏതാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ബാഗുകൾ, ചെരുപ്പ്, ഷൂസ്, ഇതിലൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും പൈസ ചിലവാക്കിക്കൊണ്ടിരുന്നതും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരുന്നതും. പക്ഷെ ഇപ്പോൾ എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് മാറിയിട്ട് ഇപ്പം ഞാൻ കൂടുതലായിട്ടും ഹോം ഡെക്കോർ ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഫ, മാട്രസ്, ബെഡ്, ഇതുപോലുള്ള കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഈവൻ ഒരു ടേബിൾ ലാമ്പിനോട് പോലും എനിക്ക് താല്പര്യം ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ പേരൻസ് അവരൊക്കെ വാങ്ങുന്നത് കൂടുതലും ഇത്തരം കാര്യങ്ങളാണല്ലോ. ബട്ട് ആ സമയത്ത് ഞാനിതൊന്നും നോക്കാറേ ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു. അന്നൊക്കെ എൻ്റെ മനസ്സിൽ എനിക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സ് വാങ്ങണം, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന മേക്കപ്പ് സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ തന്നെ ഈ വീട്ടിലോട്ട് വേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തു തുടങ്ങി.
ഇത് ശരിക്കും എൻ്റെ ഷോപ്പിംഗ് പാറ്റേണെ തന്നെ വലിയൊരു രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ മന്ത്ലി, ഫോർ എക്സാമ്പിൾ മന്ത്ലി എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കുള്ള സ്കിൻ കെയറോ അല്ലെങ്കിൽ എനിക്കുള്ള ഡ്രസ്സിനെക്കാട്ടിലും ഉപരിയായിട്ട് ഞാൻ എൻ്റെ വീട് ഇത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് വാങ്ങണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒരു 30+ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ഇങ്ങനെ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു വേ ഓഫ് ഷോപ്പിംഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഷോപ്പിംഗ് ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് ഞാൻ റിയലി എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. പക്ഷെ വേറൊരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. എല്ലാം എക്സ്പെൻസീവ് ആണ്. അതിപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഈവൻ നമ്മുടെ ഹോം ഡെക്കോർ, വാട്ട് എവർ ഇറ്റ് ഈസ്, എവറിഥിങ് ഈസ് എക്സ്പെൻസീവ്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ശരിക്കും നമ്മുടെ ആഗ്രഹം പോലെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. സോ അത് നമ്മൾ എന്തായാലും കരുതണം. എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ വീട് എങ്ങനെ വേണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ എങ്ങനെ എനിക്ക് എൻ്റെ ഈവൻ ഒരു കിച്ചൺ ആണെങ്കിലും ഒരു കിച്ചൺ കോർണർ ആണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഞാനിത് ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ വെക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് വേണം ഞാൻ അത് ചെയ്യാൻ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കാശുണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് വെറും ഒരു സ്വപ്നമായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇതൊക്കെ ഞാൻ ഇതുപോലെയെല്ലാം പോകുന്നതും കാണുന്നതും ഇതിൻ്റെ പ്രൈസ് നോക്കുന്നതും എല്ലാം ഒരു റെഫറൻസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് വൺ ഡേ ഞാനൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, എന്താണ് എനിക്ക് വേണ്ടത്, ഈവൻ എൻ്റെ വീടിന് വേണ്ട പെയിൻറ്റിൻ്റെ കളർ പോലും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.